ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇത് പുതിയ കുക്കറാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ ഉള്ളുണ്ടോ. അപ്പം നമ്മൾ വിചാരിക്കും കുറേ കാലം പഴക്കമുള്ള കുക്കറാണ്, അപ്പം അത് മാറ്റിക്കൂടെ, അതിൻ്റെ ചേലും കോലം എന്താ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ വിചാരിക്കലില്ലേ. ഇപ്പോഴത്തെ അലുമിനിയൊന്നും ഒരു ഗുണമില്ല കേട്ടോ. ചീനച്ചട്ടി ആണെങ്കിലും കുക്കർ കണ്ടില്ലേ, ഒരു മാസം ആയോന്നറിയില്ല ഈ കുക്കർ വാങ്ങിയിട്ട്. ഇപ്പോൾ കറുത്ത പുള്ളിയും കുത്തും കണ്ടോ. എന്തായാലും ഇപ്പോൾ അതൊന്നും ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കണം, നൂൽപുട്ടും. അപ്പോൾ ഉള്ളി, തക്കാളി, ഉരുളൻകിഴങ്ങ്, ചെറുപയർ ഇട്ടുകൊടുത്തുക്കണേ. അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൊണ്ടക്കൊക്കെ എന്തൊക്കെയോ ഒരു പിച്ചിരിച്ചുണ്ട്, ജലദോഷം. ഇപ്പം നമുക്ക് ഇതിൽക്ക് ലേശം വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചേക്കണം കേട്ടോ, ഒക്കെ ഇട്ടിട്ട്. പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാൻ വെള്ളം വെച്ചേക്കണം. അപ്പം നമുക്ക് നൂൽപുട്ട് കുഴച്ചെടുക്കാം കേട്ടോ. രാവിലെ 8:30 കഴിക്കണം കേട്ടോ. ഞാൻ ഉള്ളൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഉള്ളൊക്കെ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ കിടന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടിയാണ് പണിയെടുക്കാനൊക്കെ. അപ്പോൾ പിന്നെ എന്തേലൊക്കെ ഉണ്ടാക്കാതെ പറ്റുമോ, അങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ അടുക്കളയ്ക്ക്. ഞാൻ നൂൽപുട്ടിന് പൊടിയൊക്കെ വാട്ടിയെടുത്ത് തട്ടിലാക്കി വെച്ചേക്കണം കേട്ടോ. വെള്ളം തിളക്കണുണ്ട്, നമുക്ക് വെച്ചെടുക്കാം. ഒരു സാധാ പത്തിരിപ്പൊടിയാണ് കേട്ടോ, വറുത്തിട്ടൊന്നുമില്ല. നമ്മൾ കഴുകി ഉണക്കിയ പൊടിയാണ്. അപ്പോൾ ഇത് നല്ല തിളക്കണ വെള്ളത്തിൽ കുഴച്ചെടുക്കണം കേട്ടോ, എന്നാലുള്ള നൂൽപുട്ടിന് മയം ഉണ്ടാവുക. ചെറുപയറൊക്കെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് തൂമിച്ചെടുക്കാം. അപ്പോൾ 2 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കണം കേട്ടോ. ഈ പയറുകളൊക്കെ കറി വെക്കുമ്പോഴേ കടുകിടാണ്ട് ഉള്ളി ഇട്ട് തൂമിച്ചെടുക്കണം, എന്നാലുള്ള ഇപ്പം രസം ഉണ്ടാവുക. പിന്നെ അതാ കറിവേപ്പില, നമുക്കിവിടെ പഞ്ചാണ്, പഞ്ചം. അപ്പം അത് 2 ഞാൻ കൊണ്ടുവന്ന് ഇട്ടുക്കണം. നമുക്ക് കറിയിലേക്ക് ഇതിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചിരിക്കണം. ഇപ്പം ചെറുപയർ കറി റെഡിയായി, നൂൽപുട്ടും റെഡിയായി. ഞാൻ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കി. ഇത് കണ്ടോ, ഇത് നമ്മളെ നൂൽപുട്ട് വീശുന്ന അച്ചുണ്ടല്ലോ, അതിൽ ബാക്കി വരുന്ന മാവാണ് ഇട്ടത്. ഇത് ഞാൻ കളയലില്ല, ഇങ്ങനെ ആക്കിയെടുക്കും കേട്ടോ. അപ്പം ഞാനൊരു 3-4 നൂൽപുട്ട് എടുത്തേക്കണം. അതിലേക്ക് ലേശം കറി ഒഴിച്ചു കൊടുക്കുക. സമയം 9 മണി ആയിക്കണം കേട്ടോ. അപ്പോൾ ചായ ചൂടാക്കി എടുത്തേക്കണം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം, എല്ലാവരും ചായ കുടിച്ചോ? ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.